ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്ന സമയത്ത് ഞാൻ വെറുതെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായി. അപ്പോൾ ഒരു ലേഡി വന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് സംസാരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അവരുടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവരെ റിലേറ്റഡ് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പറയുന്ന വേറെ ആരെക്കുറിച്ചുമല്ല. കാരണം വെച്ചാൽ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ എല്ലാം ഡെയിലി ഈ കക്ഷിയുടെ വീഡിയോസും ഫോട്ടോസുമാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് എനിക്കറിയില്ല. രേണു സുധി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ ഇവരെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഇന്നലെ അവരെ റിലേറ്റഡ് വീഡിയോസ് തന്നെ കുറേ സെർച്ച് ചെയ്തു. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ ഈ രേണു സുധി എന്ന് പറയുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ അവരെ ഹസ്ബൻഡ് മരണപ്പെട്ട കലാകാരനാണ് സുധി വരുന്നുണ്ട്, സുധി എന്ന പേര്. അപ്പോൾ അവരെ ഹസ്ബൻഡ് മരണപ്പെട്ടതിന് ശേഷം അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായി. അപ്പോൾ ഇവരിപ്പോൾ നല്ല വൈറലായിട്ട് നിൽക്കുക. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ രേണു സുധി എന്ന് പറയുന്ന ആൾ സുധിയുടെ മൂന്നാമത്തെ വൈഫ്. അപ്പോൾ സുധി ആദ്യം കല്യാണം കഴിച്ചു, അവരുടെ പേരെനിക്കറിയില്ല, കല്യാണം കഴിച്ചു. ഒരു ആൺകുട്ടിയുണ്ട്, കിച്ചു എന്ന പേര്. അപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ, അത് ഞാൻ വീഡിയോയിൽ കേട്ടതാണ്, എനിക്ക് ഇതിൻ്റെ സത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ 1.5 വർഷം കഴിഞ്ഞപ്പോൾ ആ ഒരു സ്ത്രീ വേറെ ഇവിടെ ഒളിച്ചോടി പോയി എന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ അച്ഛനും മോനെ ഉണ്ടായിട്ടുള്ളൂ. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ജീവിതത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആ ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടതാണ്, അതിൽ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. അവരുടെ എന്തോ പേര് പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. പിന്നെ അപ്പോൾ അവർ കല്യാണം കഴിച്ച് അതിലും എന്തൊക്കെയോ വിഷയങ്ങളായി. ആ കല്യാണം കഴിച്ച സമയത്ത് അച്ഛൻ അവരുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുട്ടി തീർത്തും ഒറ്റക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, ഡിപ്രഷൻ പോലും ആയിട്ടുണ്ട്, ഡ്രഗ്സിന് അടിമയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഒരു ആൺകുട്ടിയുടെ വേദന എന്തായാലും മനസ്സിലാവും, കാരണം ഞാനൊരു ആൺകുട്ടിയുടെ അമ്മയാണ്. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷം ആ കുട്ടി പറയുന്നുണ്ട്, മൂന്നാമത്തെ അമ്മ വന്ന സമയത്ത് നല്ല സന്തോഷമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം എന്തോ അച്ഛൻ മരിച്ച സമയത്ത് പിന്നെ ചടങ്ങിലേക്ക് പോകുന്ന സമയത്ത് അവർ ഹോട്ടലിൽ കയറി, 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചെന്നോ, അതും ഈ അമ്മയെക്കുറിച്ചല്ല പറയുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതിനെക്കുറിച്ചാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു രേണു സുധിയെക്കുറിച്ച്. അപ്പോൾ ഇപ്പോൾ ഈ രേണു സുധി എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും സുധി എന്ന് പറയുന്നവരെ വൈഫ്. അപ്പോൾ അവർ അത്രയും ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നത്. ആ സ്ട്രഗിൾ ചെയ്യുന്ന കൂട്ടത്തിലും ഇവർ കുറച്ച് റീൽസൊക്കെ, മീൻസ് ഈ രേണു സുധി പിന്നെ കിച്ചു പിന്നെ അവർക്ക് ഇപ്പോൾ കല്യാണത്തിൽ, ഈ രേണു സുധിയുടെ കല്യാണത്തിലുണ്ടായ ഒരു മോനുണ്ട്, എന്തോ പേര് പറഞ്ഞ് ഋതപ്പൻ. അപ്പോൾ അങ്ങനെ അവർ 4 ആളും, കാരണം അവരുടെ വീടൊക്കെ കണ്ടാൽ മനസ്സിലാവും അത്രയും അവർ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവരെന്തോ കോമഡി ആക്ടറാണ് ഈ സുധി എന്ന് പറയുന്ന ആൾ. അപ്പോൾ അവർ ചാനലിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറേ വീഡിയോ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ട എന്താ അറിയോ, എങ്ങനെയായാലും നമ്മളൊരു 5 മിനിറ്റ് വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഫേസ് കാണാറുണ്ട്. അപ്പോൾ ഞാൻ അത് വിട്ട് കളയില്ല, അത് കാണാതെ വിടില്ല. അപ്പോൾ ഞാൻ ഇന്നലെ കുറേ വീഡിയോ കണ്ട സമയത്ത് ഇവരുടെ കുറേ റിലേറ്റഡ് രേണു സുധി എന്ന് അടിക്കുമ്പോൾ തന്നെ ഒരുപാട് വീഡിയോസ് വരും. പക്ഷെ ഒന്നും ഇവരിടുന്നതല്ല, അതാ മെയിന്. ഒരു വീഡിയോ ഇവരിടുന്നില്ല. ഇവരിടുന്ന വീഡിയോ വളരെ അപൂർവമാണ്. പക്ഷെ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യുക, ഒരു സ്ക്രീന് പകുതിയാക്കിയിട്ട് മുകളിൽ രേണു സുധിയുടെ ഫേസ്, താഴെ ഈ ചെയ്യുന്ന കണ്ടൻറ് ക്രിയേറ്റർ ഫേസ്, അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യുക, കണ്ടൻറ് ഉണ്ടാക്കുക, അവരുടെ ചാനലിൽ റീച്ച് കിട്ടുക. അപ്പോൾ ഇതിന് വരുന്ന കമൻസോ, ശരിക്കും ആ വീഡിയോ അല്ല കാണണ്ടേ, കമൻസാ. എൻ്റെ ദൈവമേ, ഒരു ലേഡീസിനൊക്കെ എന്താ പറയുന്നേ, അയ്യോ ഒരു രക്ഷയില്ല. എന്തൊക്കെയാണ് ഒരു ലേഡിയെ പറയുന്നത്, അവരെന്തോ ആയിക്കോട്ടെ, പക്ഷേ നമ്മളും ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് ഉണ്ടായതല്ലേ, എന്നിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അവരൊരു പറയുന്ന ഒരു കുറച്ച് സ്റ്റാൻഡേർഡ് വേണ്ടി എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്ന കംപ്ലീറ്റ് ഈ വീഡിയോസിൽ പറഞ്ഞ കാര്യം മാത്രമാണ്. ഈ സുധി എന്ന് പറയുന്ന കക്ഷി ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അപ്പോൾ മരണപ്പെട്ട സമയത്ത് അവരെ ബോഡി എന്തോ അവരെ സുധിയുടെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെയുള്ളവർ സമ്മതിച്ചില്ല. എന്നാൽ ഇവർക്ക് ക്യാഷൊന്നും ഇല്ല, അങ്ങനെയുള്ള വീഡിയോസും കണ്ടു. അവിടെ സമ്മതിച്ചില്ല, അങ്ങനെ പ്രശ്നങ്ങളതിന്. പിന്നെ എങ്ങനെയാണ്
ബാക്കി ചടങ്ങ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല, അത് ഞാൻ കണ്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 മക്കളെയും കൊണ്ട് ഈ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇവർക്കൊന്നുമില്ലയെന്ന് കണ്ടിട്ട് നല്ല മനസ്സുള്ള ആൾക്കാർ ചേർന്നിട്ട് ഇവർക്കൊരു വീട് എടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതൊരു വീഡിയോയിൽ കണ്ടായിരുന്നു. എന്തായാലും അവരുടെ നല്ല മനസ്സ്, അതെല്ലാം ശരിക്കും നമ്മൾ കാണേണ്ടത്. ഒന്നും ഇല്ലായ്മയിൽ നിൽക്കുമ്പോഴും നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്തു കൊടുത്തല്ലോ. അതിലെല്ലാം ഞാൻ ഭയങ്കര പ്രൗഡാണ്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ ആ വീടൊക്കെ ആയാലും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ജോലി വേണമല്ലോ. ഞാനൊരു ജോലി ചെയ്യുന്ന ആളാണ്, ഞാനൊരു എൻജിനീയറാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം ജോലിയുടെ വാല്യൂ. ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ ആ രേണു സുധിയെ സംബന്ധിച്ച് ചിലപ്പോൾ അവർക്കൊരു ബിസിനസ് ചെയ്യാനൊന്നും അറിയുന്നുണ്ടാവില്ല. കാരണം അവർ എഡ്യൂക്കേഷൻ എത്രമാത്രമാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവർക്കറിയുന്ന എന്താ, അവർക്ക് ഡാൻസ് കളിക്കാൻ അറിയാം, റീൽസ് ചെയ്യാൻ അറിയാം. അപ്പോൾ അവർ ആ ഒരു കഴിവ് വെച്ചിട്ട് അവർ മുന്നോട്ട് വന്നു. അവർ സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇടാൻ തുടങ്ങി. ഏതോ ആൽബത്തിൽ അഭിനയിച്ചു. ആദ്യത്തെ ആൽബത്തിൽ അഭിനയിച്ചതിന് ശേഷം തോന്നുന്നു അവർക്ക് ഇത്രയും കമൻസ് വന്നു, നെഗറ്റീവ് കമൻസ് വന്നു. അങ്ങനെ ആൽബത്തിൽ അഭിനയിച്ചു. അതിന് ശേഷം സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് അവരെ ട്രോളലായി, അവരെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ശരിക്കും ചോദിച്ചോട്ടെ, ഈ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. വീട്ടിലിരുന്ന് പട്ടിണിയാണെങ്കിൽ പട്ടിണി കിടന്ന് പിന്നെ ഒന്നും കഴിക്കാതെ എപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചോട്ടെ. എന്നാൽ ഒരാൾ തിരിഞ്ഞു നോക്കാനില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരെ കൊണ്ട് പറ്റുന്നത് അവർ ചെയ്തു. അതിന് നമ്മളെന്തിനാ ഇത്ര പ്രശ്നമാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യത്തിൽ മനസ്സിലാകുന്നില്ല എന്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഭയങ്കര ടോർച്ചറിങ്. പിന്നെ അവർ തന്നെ ആദ്യം ഒരു വീഡിയോ പറയുന്നുണ്ട്, ഒരു 500 രൂപ എടുക്കാനുണ്ടായിട്ടില്ല, ഇപ്പം എനിക്ക് ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന്. അത് അവരുടെ കഴിവല്ലേ. അവർക്ക് അറിയുന്ന എന്താ പറയണ്ടേ ഉപാധി, അവർക്ക് അറിയുന്ന കഴിവ് വെച്ചിട്ട് അവർ ജീവിക്കുന്നത്. പക്ഷെ എന്തിനാ അവരിങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനിപ്പോൾ പറയുമ്പോഴും അവരെ പൂർണ്ണമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ എനിക്കറിയുന്ന കാര്യങ്ങൾ വെച്ച്, ഞാൻ ഈ വീഡിയോയിൽ കണ്ടതൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം ഞാൻ പറയുന്നതാണ്. പക്ഷേ ഒരു ലേഡി എന്നുള്ള രീതിയിൽ ഒരാൾ ഇങ്ങനെ ക്രൂഷ്യൽ ചെയ്യുമ്പോൾ എന്തായാലും നമ്മളൊന്ന് സംസാരിച്ചു പോകില്ലേ. കാരണം ലേഡീസിനും ജീവിക്കണ്ടേ. പിന്നെ രണ്ടാമത് പറയുന്ന കാര്യം എന്താ അറിയോ, ഈ സുധിയുടെ പ്രൊഫൈൽ പിക്ക് മാറ്റി രേണു സുധിയുടെ പിക്ചർ വെച്ചു എന്ന്. ശരിക്ക് രേണു സുധി ഉപയോഗിക്കുന്നത് രേണു സുധി എന്നുള്ള ഒരു പ്രൊഫൈലാണ്. ഞാനത് കാണിച്ചു തരാം. അല്ലാണ്ട് സുധി എന്ന് പറഞ്ഞല്ല. സുധീൻ്റെ ആണെങ്കിൽ സുധീൻ്റെ പിക്ചറാണ് നിന്നുകൊണ്ടേയിരിക്കുക. ഇപ്പം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പം തന്നെ നിലവിൽ ഭർത്താവ് ഉള്ളവർ പിന്നെ ഭർത്താവിൻ്റെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചർ ആക്കിയിട്ട് എത്ര ആൾ പോകുന്നുണ്ട്. ഇവർ ചെയ്തിരിക്കുന്ന, ഇവർ കുറേ കാലം ഈ സുധി എന്ന് പറയുന്നവരെ പിക്ചർ ആയിരുന്നു പോലും പ്രൊഫൈൽ പിക്ചറായിട്ട് വെച്ചത്. പിന്നെ അവരിപ്പം നിയറസ്റ്റ് അവരത് മാറ്റി. അതിനു വേണ്ടിയിട്ട് അവരെ ട്രോളുക. അവരെ DP മാറ്റിയതിന് എന്തിനാ ഇത്ര ട്രോളാനുള്ളത്, അവരെ പറയാനുള്ളത്? എൻ്റെ ദൈവമേ, ഈ കമൻസ് വായിച്ച് എനിക്ക് തന്നെ ഭ്രാന്തായി. കാരണം അത്രയും കമൻസ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇത്ര എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണോ? എന്ത് വായിൽ തോന്നി എല്ലാം ഒരു ലേഡീനെ പറയാമെന്നാണോ? അത്രമാത്രം അവരെ പറഞ്ഞിരിക്കുക. അയ്യോ. അതുപോലെ ഇപ്പോൾ ഈ മോൻ വന്നിട്ട്, ഈ കിച്ചു എന്ന് പറഞ്ഞ മോൻ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു കിച്ചു എന്ന് പറയുന്ന മോൻ കാറിലിരുന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ കല്യാണത്തെക്കുറിച്ചും അവനുണ്ടായതിനെക്കുറിച്ചും അമ്മ ഒളിച്ചോടി പോയതിന് ശേഷം ഡിപ്രഷൻ ആയതിനെക്കുറിച്ചും പിന്നെ ഈ രേണു സുധി എന്ന് പറഞ്ഞ ആൾ വന്നതിന് ശേഷം ലൈഫിൽ കുറച്ച് സന്തോഷം കിട്ടിയതിനെക്കുറിച്ചും പിന്നെ ആ കുട്ടി ഏതോ ഒരു സമയത്ത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റോട്ട് പറയുന്നുണ്ട്, അച്ഛൻ മരിച്ച സമയത്ത് ഇവർ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചിരുന്നു. അതും ഈ രേണു സുധി എന്ന് പറഞ്ഞ ആളെ മെൻഷൻ ചെയ്തിട്ടൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ രേണു സുധി വേറൊരു വീഡിയോയിൽ വന്ന് പറയുന്നത് അത് ഞാനല്ല, എൻ്റെ ചേച്ചീൻ്റെ ഏട്ടൻ അങ്ങനെ എന്തോ അവരാ പോയി കഴിച്ചതെന്നൊക്കെ, ഞാനൊരു പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ മരണപ്പെട്ട വീഡിയോയിലും കാണിക്കുന്നുണ്ട്, അവർ അത്രയും തളർന്നിരിക്കുന്ന ഒരു വീഡിയോയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വാസ്തവം എന്നും അറിയില്ല. പക്ഷെ വാസ്തവം എന്തായാലും നമ്മൾ മലയാളികൾ എന്താ ഇങ്ങനെ ആവുന്നത്? ഒരാളെ എന്തിനാ ഇങ്ങനെ തെറി വിളിച്ച് ശീലിക്കുന്നത്? അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല. പിന്നെ ഈ കിച്ചു എന്ന് പറയുന്ന ആളിട്ട വീഡിയോ, ഈ കിച്ചു എന്ന് പറയുന്ന മോന. അപ്പോൾ ഈ ഒരു രേണു സുധി ഏത് വീഡിയോയിലും പറയുന്നത് എൻ്റെ മക്കൾ, രേണു സുധിയുടെ മോനല്ല, ആദ്യ ഭാര്യയിലുണ്ടായ കുട്ടിയാണ്. പക്ഷെ അവർ കണ്ടിരിക്കുന്നത് സ്വന്തം മോനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എൻ്റെ മോൻ, അതും ഈ എന്താ പറഞ്ഞാൽ ഋതപ്പൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അവർക്കുണ്ടായൊരു കുട്ടി. പക്ഷെ എന്നാലും ആ ലേഡി പറയുന്നത് എൻ്റെ മക്കൾ, ഫസ്റ്റ് കിച്ചുവിൻ്റെ പേരാണ് പറയുന്നത്, എൻ്റെ മോൻ കിച്ചുവും ഋതപ്പനും. അങ്ങനെ മാത്രമേ അവർ വീഡിയോയിൽ പറയുന്നത് കാണുന്നുള്ളൂ. അല്ലാണ്ട് ഋതപ്പൻ മാത്രം എൻ്റെ മോനെന്ന് അവർ എവിടെയും പറഞ്ഞിട്ടില്ല.
അത്രയും അവർ മക്കളെ കെയർ ചെയ്യുന്നുണ്ട്, മക്കളെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു G-Shock വാച്ച് ഈ കിച്ചുവിന് സമ്മാനം കൊടുക്കുന്നതും അവൻ എത്ര സന്തോഷമായി എന്ന് കാണിക്കുന്നതൊക്കെ. അതൊക്കെ ആയ അമ്മക്ക് മക്കളോടുള്ള വാത്സല്യമല്ലേ കാണിക്കുന്നത്, അത്ര സ്നേഹമല്ലേ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടീനെ നോക്കാണ്ട് നിന്നപ്പോരെ, അവർക്ക് ഒന്നും വായിച്ചു കൊടുക്കാണ്ട് നിന്നപ്പോരെ. വാസ്തവം എനിക്കറിയില്ല, ഇതെല്ലാം വീഡിയോയിലുള്ളതാണ്, എന്നാലും എനിക്ക് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കിച്ചു എന്ന് പറയുന്ന ആൾ വീഡിയോ ഇട്ടല്ലോ, വീഡിയോ ഇട്ടു, എല്ലാവരും അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നല്ല വൈറലായി. അപ്പോൾ അതിനും കാരണം എന്താ, ഈ രേണുസുതി തന്നെയല്ലേ. അവരുടെ ബേസിൽ മാത്രമല്ല ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടീൻ്റെ വീഡിയോ മാത്രം ഇത്ര വൈറലായത്. കുട്ടി ഒരുപാട് ഫീൽ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇത്രയും ദിവസം ഉള്ള വീഡിയോയിലൊക്കെ ആ കുട്ടി അമ്മയുടെ കൂടെ എയർപോർട്ടിൽ പോകുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, കാറിൽ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഇത്രയും സൗകര്യമൊക്കെ ആയപ്പോൾ ആ കുട്ടി എന്തിനാ ഇങ്ങനെ വന്നതെന്ന് അറിയുന്നില്ല. കാരണം നാളെ എന്താവെന്ന് ചിന്തിക്കാണ്ട് ആ കുട്ടി പലതും എടുത്ത് പറയുന്നത്. നമ്മൾ എടുത്ത് ചാട്ടത്തിന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന സമയത്ത് എനിക്ക് തോന്നി ഈ കക്ഷി ഈ രേണുസുതി എന്ന് പറയുന്ന കക്ഷി, ഈ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഈ രേണുസുതി എന്ന് പറയുന്ന കക്ഷി ഗൾഫിലുള്ളതെന്ന് തോന്നും. കാരണം ഈ ഗൾഫിലുള്ളതെന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടു. പിന്നെ അപ്പോൾ അവർ ആ കുട്ടിക്ക് മറുപടിയായിട്ടൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഭയങ്കര കരഞ്ഞോണ്ടാണ് പറയുന്നത്, എൻ്റെ മോൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ആ കുട്ടി എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല. കാരണം ഒന്നുമില്ലായ്മയെന്ന് ആ കുട്ടി ഈ രീതിയിലെത്തി, ഈ ഒരു ലെവലിലെത്തി. പക്ഷെ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും ഉണ്ടായിട്ടില്ല. പിന്നെ കോട്ടയത്തെ വീട്ടിലാന്നൊക്കെ പറയുന്നുണ്ട്, അവിടുത്തെ സിറ്റുവേഷനും എനിക്കറിയില്ല. പക്ഷെ എന്നാലും അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല, ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന രേണുസുതി എന്ന് പറയുന്ന ആൾ എല്ലാ കാര്യങ്ങളും ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് വീഡിയോയിലും, വെറുതെ വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, വീഡിയോയിൽ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കുറേ വീഡിയോയിൽ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ എന്താ കുട്ടി അങ്ങനെ പറയാൻ കാരണം എന്ന് എനിക്കറിയില്ല, ആരെങ്കിലും പറയിപ്പിച്ചതാണോ അതും അറിയില്ല. പിന്നെ എന്നാലും ആ കുട്ടിയും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ആ കുട്ടിക്കായാലും ഇത്രയും റീച്ച് കിട്ടാനും എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ വരുമാനം കിട്ടാനും ഒക്കെ കാരണം ആ കുട്ടിയുടെ ഈ അമ്മ തന്നെയാണ്. അത് ആ കുട്ടി മനസ്സിലാക്കുന്നില്ല. അതാണ് ഈ പ്രായത്തിൻ്റെ എടുത്തുചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാണ്ടാണ് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഈ രേണുസുതി എവിടെയോ ഉദ്ഘാടനത്തിനോ എന്തിനോ പോയ സമയത്ത് അവരവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്, ഹസ്ബൻഡ് അമ്മേനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയുണ്ട്, മോൻ മരിച്ച സമയത്ത് തിരിഞ്ഞു നോക്കാതെ അമ്മയാണ്, ഇപ്പം നോക്കിയാട്ടെ പൈസയും പ്രശസ്തിയും ആയ സമയത്ത് അവരെ ചേർത്ത് പിടിക്കുന്ന, രേണുസുതിനെ ചേർത്ത് പിടിക്കുന്ന എന്താ അവസ്ഥ എന്ന്. അതും എത്രമാത്രം, അത് ഞാൻ വീഡിയോ കണ്ടു, പക്ഷെ ആ കമൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ആ മരിച്ച സമയത്ത് എന്താ അവർ ചെയ്തതെന്നും എനിക്കറിയില്ല. പക്ഷെ ഈ പൈസ എന്ന് പറഞ്ഞ സംഭവം വന്ന സമയത്ത് എല്ലാവരും ഇവരെ ചേർത്ത് പിടിക്കാൻ തോന്നി. അപ്പോൾ ഈ പൈസ എന്ന് പറഞ്ഞ സംഭവം വന്ന സമയത്ത് എന്ത് ചെയ്യുക, എല്ലാവരും ഇവരെ ചേർത്ത് പിടിക്കാൻ തോന്നി, ഇവരെ കൂടെ നിൽക്കാൻ തോന്നി. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവള് കാരണം എനിക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല, ഫുൾ ഇവളെ വീഡിയോ അതൊഴിവാക്കണമെങ്കിൽ സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ രേണുസുതിയല്ല വിചാരിക്കേണ്ടത്. ഇവളെ വെച്ചിട്ട്, ഈ രേണുസുതിനെ വെച്ചിട്ട് കണ്ടൻറ് ഉണ്ടാക്കുന്ന കണ്ടൻറ് ക്രിയേറ്ററാണ് വിചാരിക്കേണ്ടത്. ഇനി ഇവരെ വെച്ചിട്ട് കണ്ടൻറ് ഉണ്ടാക്കണ്ട എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവ് കമൻറ്റ്സ് അവർക്ക് ഒരുപാട് കുറയും. കാരണം ഈ രേണുസുതി എന്ന് പറഞ്ഞ പ്രൊഫൈൽ ചെക്ക് ചെയ്ത സമയത്ത് ആ പ്രൊഫൈലിൻ്റെ അകത്ത് പിന്നെ അവരിട്ടിരിക്കുന്ന വീഡിയോസ് വളരെ കുറവാണ്. അവർ വളരെ കുറവ്, അതായത് കുറച്ച് റീൽസും കാര്യങ്ങളും മാത്രമേ അവർ ഇട്ടിട്ടുണ്ടായിട്ടുള്ളൂ, വേറെ ഒന്നും അവരിട്ടെന്നെ. പക്ഷേ ട്രോൾ ചെയ്യുന്ന വീഡിയോയിൽ എനിക്ക് തോന്നുന്നു അവർ പ്രൊഫൈൽ പിക്ക് മാറ്റിയിട്ട് ഈ പ്രൊഫൈൽ പിക്കാക്കി. അതാണ് എല്ലാവർക്കും കുരുപൊട്ടിയത്. പിന്നെ എന്താ പ്രൊഫൈൽ പിക്ക് മാറ്റിയെന്ന്. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അവർ കുറച്ച് റീൽസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, കുറച്ച് റീൽസ് ഇതുപോലെ അവർ കുറച്ച് റീൽസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു തെറ്റാണോ? ഇപ്പോൾ എല്ലാ ആൾക്കാരും റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? 385K ഫോളോവേഴ്സ് അവർക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ അവർ ബിഗ് ബോസിലടക്കം അവരെ വിളിച്ചു. അപ്പോൾ അതൊക്കെ അവരുടെ കഴിവ് കൊണ്ടല്ലേ ബിഗ് ബോസിലടക്കം വിളിച്ചത്. അതൊക്കെ നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റും. ഒരു ലേഡി, അവരുടെ എഡ്യൂക്കേഷൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അവരെ കയ്യിലുള്ള കഴിവ് വെച്ചിട്ട് അവർ വളർന്നു.
വളർന്ന് ഈ നിലയിലെത്തി. അപ്പോൾ എത്ര ആൾ ആഗ്രഹിക്കുന്നുണ്ടാവും, ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ തന്നെ അവർ തിങ്ക് ചെയ്യുന്നുണ്ടാവും എന്താ അറിയോ, ഇവരെ പോലെ ആവാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന്. കൂടുതൽ അതായിരിക്കും. പക്ഷെ തിരിച്ച് കമൻ്റ് ഇടുന്ന സമയത്ത് അവരെ ഭയങ്കര നെഗറ്റീവായിട്ടും മനസ്സിൽ ഈ പറയുന്ന ലേഡീസാണ് ഇടുന്നുണ്ടെങ്കിൽ അവർ മനസ്സിൽ തിങ്ക് ചെയ്യുക അവരെ പോലെ ആവാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന്. ജെൻസ് ഇടുന്നുണ്ടെങ്കിൽ എന്ത് പർപ്പസിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല സപ്പോർട്ട് കൊടുത്തിട്ട് കുറച്ച് ലേഡീസ് കമൻസ് ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ലേഡീസ് ലൈഫിൽ കുറേ സ്ട്രഗിൾ ചെയ്ത ആൾക്കാരായിരിക്കും. കാരണം സ്ട്രഗിൾ ചെയ്തവർക്ക് മാത്രമേ ശരിക്കും ഇത് മനസ്സിലാവുള്ളൂ. ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് സക്സസ് ആയ ഏതൊരു ലേഡീസിനും അത് മനസ്സിലാവും. കാരണം വെച്ചാൽ അവർക്കുള്ള കഴിവ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കഴിവ് വെച്ചിട്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ അഹങ്കാരത്തോടെ പറയാം എനിക്ക് സക്സസ് ആകാൻ പറ്റും, ഞാൻ സക്സസ് ആയെന്ന് എനിക്ക് അഹങ്കാരത്തോടെ പറയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ലൈഫിൽ സക്സസ് ആകാൻ വേണ്ടിയിട്ട് ലേഡീസ് എടുക്കുന്ന സ്ട്രഗിൾ കുറച്ചൊന്നുമല്ല. പക്ഷേ ഇത് മനസ്സിലാക്കുന്നില്ല. ലേഡീസ് എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം സുധി എന്ന് പറഞ്ഞ കക്ഷി മരിച്ചല്ലോ, അതിന് പകരം ഈ രേണു സുധിയ മരണപ്പെട്ടെങ്കിൽ ചിലപ്പോൾ ഈ സുധി എന്ന് പറയുന്ന ആൾ വീണ്ടും ഒരു കല്യാണം കഴിച്ച് സെറ്റിലായി ജീവിക്കില്ലേ? അപ്പോൾ ആരെങ്കിലും ചോദിക്കാൻ പോവുക, ഏതെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ്സ് വരുമോ, ഇതെന്തിനാ കല്യാണം കഴിച്ചേ, നാണോ ഇല്ലേ, അങ്ങനെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? ഇതൊരു ലേഡി ആയതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം പറയുന്നത്. ഞാൻ ആക്ച്വലി ഇല്ലേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് തന്നെ വിചാരിച്ച. പിന്നെയും എൻ്റെ മനസ്സിൽ എന്തിനാ ലേഡീസിനെ ഇങ്ങനെ പറയുന്നത്, ലേഡീസിനല്ല ഈ കക്ഷിനെ ഇപ്പോൾ പറയുന്നത്, ഈ കക്ഷിനെ എന്തിനാ ഇങ്ങനെ പറയുന്നത്? അവരും മക്കൾക്ക് വേണ്ടിയിട്ടില്ലേ, അവർ മക്കളെ ഉപേക്ഷിച്ച് പോയിട്ടില്ല, വേറൊരാളെ കൂടെ പോയി ജീവിക്കുന്നില്ല, ഒന്നും വേറെ കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ കല്യാണം കഴിച്ചോട്ടെ, കാരണം അവർക്കൊരു ലൈഫ് വേണ്ടേ. പക്ഷെ എന്തിനാ അവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരെ മാത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ അവർ മാത്രമേ ഉള്ളൂ. അവരെന്തോ ടാർഗറ്റ് ഇട്ട് ചെയ്യുന്ന പോലെ. ഇടയ്ക്കുള്ള വീഡിയോസ് എല്ലാം കാണുമ്പോൾ നമുക്കും സങ്കടം തോന്നും. ഇതാരുടെ ഇന്നലെ ഇട്ട് പറയുന്നതാ, ഇതാണ് ഇതാ കരയുന്നുണ്ട്. ഈ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. ഇതെന്തിനാ ഇവർ ഇങ്ങനെ കരയുന്നത്? എപ്പോഴും ഹാപ്പി ആയിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് നടക്കുന്ന ലേഡികൾ ഇതെന്താ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ ഞാനിത് കംപ്ലീറ്റ് നോക്കിയത്. പിന്നെ മോൻ്റെ വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു. മോൻ്റെ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് തോന്നി, കാരണം ഇവർ ഗൾഫ് കൺട്രീസിലും ഒക്കെ ഇവർ ഇനോഗ്രേഷന് വിളിക്കുക. ഇവർ അത്രയും സക്സസ് ആയി പോയിക്കുക. അവർ പോയിക്കോട്ടെ അല്ലേ. നാളെ ഇപ്പോൾ ഇവർ ഇതൊക്കെ താങ്ങാൻ പറ്റാണ്ട് അവർ വല്ല സൂയിസൈഡും ചെയ്തു. കാരണം മോൻ പറയുന്നു, പിന്നെ അതേപോലെ പുറത്തുള്ള എല്ലാവരും പറയുന്നു നാളെ ഇവരൊന്ന് സൂയിസൈഡ് ചെയ്തു. ഈ പറയുന്ന ജനങ്ങൾ എന്താ പറയുക, അയ്യോ കഷ്ടം, നന്നായി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു, എന്തിനാ മരണപ്പെട്ടത്? ഇതൊരു 2 ദിവസം ഉണ്ടാവും, പിന്നെ ഈ ഇവരെന്ന ചാപ്റ്റർ അങ്ങ് മറക്കും, പിന്നെ ഇവരെ വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ അവരെന്തെങ്കിലും ചെയ്താൽ ശരിക്കില്ലേ ഞാൻ പറയട്ടെ, നഷ്ടപ്പെടുന്നത് അവർക്ക് മാത്രമായിരിക്കില്ല, അവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന കുറേ ആൾക്കാർക്ക് പലതും നഷ്ടപ്പെടും. കാരണം വെച്ചാൽ അവരെ കണ്ടന്റ് അല്ലേ മിസ്സാവുന്നത്. എത്ര നല്ല നമുക്ക് അറിയുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്, എത്ര നല്ല നല്ല ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവരെ എന്തൊക്കെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ് അവരൊക്കെ വീഡിയോസ്. ചിലവരെ വീഡിയോസ് കണ്ടിരിക്കാൻ തോന്നും നമുക്ക്. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തായാലും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും അവരെ വീഡിയോ വന്നോ എന്നുള്ളത്. എത്ര ഭംഗിയായിട്ട് അവരവരുടെ ലൈഫിലെ കാര്യങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്നത് അതൊക്കെ കാണാൻ വേണ്ടി നമുക്ക് നല്ലൊരു രസമായിരിക്കും. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് ഫീലായിരിക്കും. അവരവരുടെ വീട്ടിലെ കാര്യം പറയുന്നു, പിന്നെ പല കാര്യങ്ങളും അവർ യാത്രകളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാനും നല്ല രസമായിരിക്കും. അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും ടോപ്പിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് കണ്ടൻറ് ഉണ്ടാക്കുന്നവരോട് ഇനി നിങ്ങൾ നിർത്തിക്കോ. നിങ്ങൾ പുതിയ കണ്ടൻറ്റെല്ലാം ഉണ്ടാക്കുക. ഇങ്ങനെ ഒരാളെ ജീവിതം വെച്ച് കളിക്കല്ല. നാളെ നിങ്ങൾക്ക് തന്നെ ഒരു പശ്ചാത്താപം തോന്നും, അയ്യോ ഞാൻ അവരെ പറഞ്ഞല്ലോ, അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ. കാരണം വെച്ചാൽ നാളെ എന്തെങ്കിലും അവർ ചെയ്തു കഴിഞ്ഞാൽ, ആത്മഹത്യ മറ്റു ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിൽ അതെപ്പോഴും ഒരു വേദനയായിട്ട് മാറും. അയ്യോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടായിരുന്നു, അല്ലെ ഞാൻ അവർക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ്സ് ഇടണ്ടായിരുന്നുള്ളത്. അപ്പോൾ അവർ ജീവിക്കട്ടെ, അവർ ആ 2 മക്കളെയും കൂട്ടി ജീവിക്കട്ടെ, എങ്ങനെ വേണം ജീവിക്കട്ടെ. ഈ നാട്ടിൽ എങ്ങനെയുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ട്. നമ്മൾ ഒരാളെ മാത്രം എന്തിനാ ടാർഗറ്റ് ചെയ്ത് പോകുന്നത്? പല ആൾക്കാരും പലതരത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജീവിതം എല്ലാവർക്കും ഉള്ളതും. അപ്പോൾ അവരങ്ങനെ അങ്ങ് ജീവിക്കട്ടെ, നമ്മളതിന് തടസ്സമാവാണ്ടിരുന്നാൽ മതി. പിന്നെ ഈ അധിക ലേഡീസിനും ഇല്ലാതെ ഒരു കഴിവാണ് അവർക്കുള്ളത്. അവരെന്തിനും ഓവർകം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ രേണുസുധി എന്ന് പറഞ്ഞാൽ എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും അവർ നെഗറ്റീവിൻ്റെ
പ്രളയം ഉണ്ടെങ്കിലും അവരതിനൊന്ന് മൈൻഡ് ആക്കാണ്ട് ഓവർകം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരിപ്പോൾ തളർന്നു പോയത് എനിക്ക് തോന്നുന്നത് ഈ മോൻ്റെ വേർഡ്സിലാണ്. പക്ഷെ ആ കുട്ടിയെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആ കുട്ടിയെ ഇപ്പോൾ കാണുന്ന ആ കുട്ടിയെ ആ സെറ്റപ്പിൽ എത്തിച്ചത് ഈ ഒരു രേണുസുതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടി ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ബാക്കി എന്ത് പറഞ്ഞാലും അവരത് ഫേസ് ചെയ്യായിരുന്നു. കാരണം അത്രയും പറഞ്ഞിട്ട് അവരത് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടി പറഞ്ഞത് മാത്രം അവർക്ക് ഇത്രയും ഫേസ് ചെയ്യാൻ പറ്റാതായിപ്പോയെന്ന്. കാരണം സ്വന്തം എന്നുള്ള ആൾക്കാർ പറയുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ഫീലാവും. അപ്പോൾ അതാ അവർക്കും സംഭവിച്ചത്. അപ്പോൾ ആ മോനെ ഇനിയെങ്കിലും അത് മനസ്സിലാക്കട്ടെ. ആ കുട്ടി ഇപ്പം ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അമ്മ കാരണം തന്നെയാണ്. ആ കുട്ടിയെ 4 ആൾ അറിയുന്നുണ്ടെങ്കിലും അതിൻ്റെ കാരണം. അല്ലാണ്ട് ഈ സുധി എന്ന് പറഞ്ഞ ആൾ മരണപ്പെട്ടിട്ട് ഒരിക്കലും ചിലപ്പോൾ ആ കുട്ടിയുടെ കഴിവുകൊണ്ട് പുറത്ത് വരാം. ഇവരൊന്നും ചിലപ്പോൾ എന്താ പറയണ്ടേ ഇത്രയും പബ്ലിസിറ്റി നേടുമായിരുന്നില്ല. അതൊക്കെ കാരണം വെച്ചാൽ ഈ ഒരു സ്ത്രീയുടെ തന്നെയാണ്. ഒരു 500 രൂപ ഇല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സുധി മരിച്ച സമയത്ത് എന്നൊക്കെ അവർ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പം എനിക്ക് ലക്ഷങ്ങൾ അക്കൗണ്ടിലുണ്ടെന്നും പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ കഴിവാണ്. അവർ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ ഒരാളെയും വേദനിപ്പിക്കരുത്. നമുക്ക് പറ്റുവാണെങ്കിൽ അവരെ കൂടെ നിൽക്കാം. അഥവാ കൂടെ നിൽക്കാൻ താല്പര്യമില്ല, കൂടെ നിൽക്കണ്ട. പക്ഷേ നമ്മൾ ആരെയും ഉപദ്രവിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ലൈഫിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നത്, കഷ്ടപ്പെടുന്ന, വരുന്ന, ഫാമിലി നോക്കുന്ന, എല്ലാം ചെയ്യുന്നത്. ഓരോരുത്തരുടെ സാഹചര്യം, ഒരാൾ വളർന്ന പോലെ ആയിരിക്കില്ല മറ്റേ ആൾ വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സപ്പോർട്ട് ഉണ്ടാവും. കാരണം ഇപ്പം ഒരു ഫാമിലി നോക്കുന്ന ഒരാൾ, അവർക്ക് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ അവരെ മരണത്തോടു കൂടി അത് കംപ്ലീറ്റ് അങ്ങ് നിൽക്കും. പിന്നെ അവർക്ക് വേറെ വഴിയില്ല. ചിലർക്കോ ബാക്ക്ഗ്രൗണ്ട് നല്ല സപ്പോർട്ട് ഉണ്ടാവും. അവർ മരണപ്പെട്ട് കഴിഞ്ഞാലും അവർക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ കക്ഷിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കക്ഷി എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കിയതെന്ന്. അതുകൊണ്ട് നമുക്ക് മാക്സിമം പറ്റുമെങ്കിൽ കുറ്റപ്പെടുത്താതിരിക്കുക. അതായത് നെഗറ്റീവ് പറയാതിരിക്കാം. രക്ഷപ്പെടുന്നവരെല്ലാം രക്ഷപ്പെടട്ടെ. നമ്മളെന്ന് ആർക്കും തടസ്സമാവാൻ പാടില്ല. ഒന്നുമല്ലെങ്കിലും വെറുതെ വീട്ടിലിരുന്ന ഒരു പെൺകുട്ടി ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒറ്റയ്ക്ക് ഗൾഫിൽ പോകുന്ന, വേറെ കൺട്രീസിൽ പോകുന്ന ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. അതൊക്കെ അവരുടെ കഴിവ് തന്നെയല്ലേ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇവരാന്നല്ല, സൊസൈറ്റിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഏതൊരു പെൺകുട്ടിയായാലും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആരായാലും ഒരമ്മയുടെ വയറ്റിലുണ്ടായത്, എല്ലാവരും പെൺകുട്ടിയായിട്ട് അമ്മയായതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. സപ്പോർട്ട് ചെയ്യേണ്ടവരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ തൊഴിക്കുകയല്ല വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും എല്ലാവരും അവർക്കെതിരെയുള്ള ടോർച്ചറിങ് ഒഴിവാക്കിയാൽ നല്ലതായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള കോസ്റ്റ്യൂം ധരിച്ചോട്ടെ. അതൊക്കെ അവർ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് അവർ വാങ്ങുന്നതാണ്. അപ്പോൾ അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ട് എത്രയൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അവരെയൊന്നും പറയാൻ പോകുന്നില്ലല്ലോ. പിന്നെ എന്തിനാ ഇവരെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ അവർ ജീവിക്കട്ടെ. എന്തായാലും ആ 2 മക്കളെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ലല്ലോ. നല്ല രീതിയിൽ മക്കളെയും കൂട്ടിയിട്ടല്ലേ പോകുന്നത്. നമ്മൾ പറയണം. നമ്മളെപ്പോൾ പറയേണ്ടത്? അവർ പൈസയെല്ലാം ആയി ആ 2 മക്കളെ ഉപേക്ഷിച്ച് അവർ വേറെ എവിടെയെങ്കിലും പോയി മക്കളെ ഒന്നും നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം. പക്ഷെ അവരങ്ങനെയല്ല, നല്ല രീതിയിൽ മക്കളെ നോക്കുന്നുണ്ട്, ഫാമിലീനെ നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അവരെ അങ്ങനെ നെഗറ്റീവ് വാക്കുകൊണ്ട് പറയാൻ പാടില്ല. അവർ ജീവിച്ചോട്ടെ. അവരെന്ന് മാത്രമല്ല, ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഏതൊരു സ്ത്രീ ആണെങ്കിലും നമ്മൾ ഒന്നും അറിയാതെ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഒരുപാട് കഥകൾ ചിലപ്പോൾ അവരെ പിറകിലുണ്ടാവും. നമ്മൾ അതൊന്നും മനസ്സിലാക്കാതെയായിരിക്കും നമ്മൾ അവരെ കുറ്റപ്പെടുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരിക്കലും ആരെയും നമ്മൾ ഒന്നും മനസ്സിലാക്കാതെ അറിയാതെ അവരെ ഒന്നും പറയാൻ പാടില്ല. അപ്പോൾ ലേഡീസ് എന്ന് പറയുന്നത് ഒരിക്കലും കുറ്റപ്പെടുത്താനുള്ള ഒരു ഉപാധി മാത്രമായിട്ട് നിങ്ങൾ കാണരുത്. ഒരു ലേഡീസിനെയും അടിച്ചമർത്താൻ പാടില്ല. അവരും സക്സസ് ആയി വരട്ടേന്നേ. കാരണം അവർ സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇട്ടത് കൊണ്ട് ഇനി എനിക്ക് ട്രോള് പറയുമോ എന്നെ കുറ്റം പറയുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം ഞാനൊരു ലേഡിയാണ്, ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഞാനൊരു എൻജിനീയറാണ്. അപ്പോൾ എനിക്കറിയാം ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്ന. അവർ ബിസിനസ് എന്ന് വെച്ചാൽ അവരുടെ രീതിയിൽ അതൊരു ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ എന്തായാലും നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത്. നമ്മളും അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ലേഡീസ് ആകുമ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഒരു ജെൻസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അവരുടെ വീട്ടുകാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ എപ്പോൾ നിങ്ങളൊരു കുറ്റം പറയാനുള്ള ഉപാധിയായിട്ട് മാത്രം ലേഡീസിനെ കാണരുത്.
രേണുസുതി എന്ന് മാത്രമല്ല, ഒരിക്കലും ഒരാളെയും കാണരുത്. അപ്പോൾ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം മുന്നോട്ട് പോകാം. കാരണം എല്ലാവരും സപ്പോർട്ടും ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ വളരാൻ പറ്റും. നമുക്ക് ശരിക്കും ബിസിനസ് കാര്യങ്ങൾ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, വീട്ടുകാര്യങ്ങൾ അടക്കം ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ ലേഡീസും. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ കുറ്റം പറയാനുള്ള ഒരു ഉപാധിയായിട്ട് ഒരു ലേഡിയും കാണരുത്. പിന്നെ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ, നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ദൈവം നമുക്ക് തിരിച്ചും ആ ഒരു സപ്പോർട്ട് തരുള്ളൂ. അപ്പോൾ ബൈ.